ഈ കോൺഗ്രസിൽ പൊതുവെ പറയാം അവർക്കൊരു അടുക്കും ചിട്ടയും ഇല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഓരോ സ്ഥാനങ്ങൾക്ക് വേണ്ടി ആക്രാന്തമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പൊതുവെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ്, അവരുടെ ഈ അടുക്കും ചിട്ടയും ഇല്ല എന്ന് പറയുന്നിടത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ഒരു കൃത്യതയുണ്ട്, എവിടെ എന്തൊക്കെ നിർത്തണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ പറയാനുള്ള കാരണം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഓരോ പാർട്ടികളും കടക്കേണ്ടതുണ്ട്. UDF ഒരു കൃത്യതയുണ്ട് അവിടെ ആരെയും നിർത്തണം എന്നുള്ളത്. പക്ഷേ LDFന് നിലവിൽ ഇതുവരെ അവിടെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം, സ്വതന്ത്രനെ നിർത്തണോ, ഇനി പിണറായി തന്നെ നിൽക്കണോ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ CPM. അല്ല, CPMന് കഴിഞ്ഞ ഈ CPMൻ്റെ ഭരണകാലത്ത് LDFൻ്റെ വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് സ്ഥാനാർത്ഥികളുടെ ഒരു കുറവും കഴിവുള്ളവരെ കിട്ടാതെയും പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തൃക്കാക്കരയിലെ ഉമാ തോമസാണ് മത്സരിച്ചത്. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വന്ന ഉടൻ തന്നെ PT തോമസിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവാണത്. തൃക്കാക്കര പിടിക്കണമെന്ന് പിണറായിക്ക് വലിയ മോഹം ഉണ്ടായിരുന്നതാണ്. ഇവിടുന്ന് കംപ്ലീറ്റ് മന്ത്രിസഭ മുഴുവൻ അവിടെയായിരുന്നു, കെട്ടും കെട്ടി അവിടെ നടന്നു. എല്ലാവരും സാമുദായിക അടിസ്ഥാനത്തിൽ വീടുകൾ കയറി ഇറങ്ങി. അവിടെ മത്സരിച്ചത് ആരാണ്? ഒരു ഡോക്ടറെ എങ്ങാണ്ടാണല്ലോ അവിടെ ഇറക്കിയത്, അല്ലേ? കേട്ടിട്ടില്ലാത്ത അവിടുത്തെ ഏതോ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഒരു ഡോക്ടറെ പിടിച്ചുകൊണ്ടുവന്നു, ആ പേരെ മറന്നുപോയി. അന്ന് അവിടെ കിടന്ന് ഡബിൾ എ റഹീമൊക്കെ ജോറാണേ ജോറാണേ എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി, അതൊക്കെ ഇപ്പോഴും ഓർമ്മയില്ലേ. ഇപ്പം അങ്ങ് ജയിച്ച് മറിക്കുകയൊന്നും പറഞ്ഞു. 8 നില പൊട്ടി തകർന്നടിഞ്ഞ് എല്ലാം പായി തീർത്ത് ഓടിപ്പോയില്ലേ. പിന്നെ അതുപോലെ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പുതുപ്പള്ളി പിന്നെ നമുക്കറിയാം, അത് ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിൽ നിന്ന് ആര് നിന്നാലും ആ സമയത്ത് വിജയിക്കും. കാരണം ഉമ്മൻചാണ്ടിയോടുള്ള കേരളം മുഴുവൻ അങ്ങ് ഉമ്മൻചാണ്ടിയെ ഏറ്റെടുത്ത്, ഉമ്മൻചാണ്ടിയുടെ മകന് അവിടെ CPMൻ്റെ അല്ലേ ജയിക്കാണ് നിന്നത്. ജയിക്ക് നാണം കെട്ട തോൽവിയായിരുന്നു ഏറ്റുവാങ്ങിയത്. ജയിക്കിനൊക്കെ അപാര തൊലിക്കട്ടിയുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് ആരെയാണ്? കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ ഇറങ്ങിപ്പോന്ന സീറ്റ് മോഹിയായ സരിനെ പിടിച്ച് അവിടെ നിർത്തുകയാണ് ചെയ്തത്. അല്ല, ജയിക്കിന്റെ കാര്യം ഈ ഇന്നത്തെ ഒരു ട്രോള് ഞാൻ കണ്ടു. 3 തവണ തോറ്റ ജയിക്കിന് ഒരു ഇതുമില്ല. സരിന് ഒരു തവണ തോറ്റപ്പോഴേ പ്രധാനപ്പെട്ട സ്ഥാനമൊക്കെ നൽകി, ശമ്പളമൊക്കെ നൽകി പാർട്ടി. 3 തവണ തോറ്റ ഭൂരിപക്ഷം വാങ്ങിച്ച ജയിക്കിനെ അവഗണിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ഈ സരിന് അല്പസ്വല്പം പഠിപ്പില്ലേ? സരിന് എന്തുവാ എന്താ സിവിൽ സർവീസോ അല്ലേ? ജയിക്കിന് എന്താ ഉണ്ട്? ഗുണ്ടായിസോ അല്ലേ ഉള്ളൂ. അത് CPM വേറെ ഏതെങ്കിലും പദവി കൊടുക്കാലോ. അല്ല, അത് CPMന് അറിയാമേ. ഇവന്റെ തൊഴിൽ, ഈ ജയിക്കിന്റെ തൊഴിൽ എന്ന് പറയുന്നത് ഗുണ്ടാ പ്രവർത്തനമാണ്. മറ്റേത് അല്പം ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലേ. അപ്പം സരിന് ജോലി കിട്ടി അല്ലേ? നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞല്ലോ, ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി എന്നാണ് ജയശങ്കർ ചെയ്ത് വീഡിയോ കിട്ടുന്നത്. പിന്നെ അത് CPM കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അത് അവരുടെ തിരുത്തി കഴിഞ്ഞാൽ അത് അത്തരത്തിൽ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ പിന്നെ പ്രദീപ് കുമാർ, അത് പിന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ, അത് അവരുടെ മണ്ഡലം നിലനിർത്തി, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. പിന്നെ പഴയ മുമ്പ് നേടിയ CPMൻ്റെ സ്ഥാനാർത്ഥി നേടിയ അതിൻ്റെ പകുതി പോലും വോട്ട് ഭൂരിപക്ഷം നേടിയിട്ടില്ല. അന്ന് രാധാകൃഷ്ണൻ MP ആയിട്ട് പോയതുകൊണ്ടാണല്ലോ അവിടെ ഒഴിവ് വന്നതും. ഇപ്പോൾ ഇവിടെ നിലമ്പൂരിൽ CPMന് സ്ഥാനാർത്ഥികളെ ആയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് UDFൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിട്ടേ അവർ ഇത് തീർച്ചപ്പെടുത്തുകയുള്ളൂ. കാരണം അവരിങ്ങനെ ഒരു പൊതുസമ്മതനായ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് പൊതുസമ്മതനായിട്ടുള്ള ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിപ്പോൾ ആ നിലമ്പൂർ അൻവറിൻ്റെ ഒരു തട്ടകമായി തീർന്നിരിക്കുകയാണ്. അൻവർ ഈ CPMന് പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അൻവർ മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്.
അവിടെ 3-4 സ്ഥലങ്ങളിലൊക്കെ വലിയ പൊതുയോഗം വിളിച്ചുകൂട്ടി വിശദീകരണമൊക്കെ നടത്തിയില്ലേ? അതിലൊക്കെ വലിയ ജനപിന്തുണയാണ് കിട്ടിയത്. വലിയ ആൾക്കൂട്ടമാണ് എന്താണ് അൻവർ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയൊരു ജനപ്രീതി കിട്ടിയതുകൊണ്ട് അൻവറിൻ്റെ വിജയമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. UDF ആരെ നിർത്തിക്കോട്ടെ, അതുകൊണ്ടാണ് ഷൗക്കത്തിന് അവിടെ നിൽക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ കോൺഗ്രസില് നിലമ്പൂരിൽ ആരായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത് ജോയിയാണ്. ജോയിയെ എന്നിട്ട് ഷൗക്കത്തിനെ ചിലപ്പോൾ അവിടെ DCC സെക്രട്ടറി ആക്കി മാറ്റുകയും ചെയ്യും. അല്ലെ, ഷൗക്കത്തിനെ LDF കൊണ്ടുവരാൻ ഒരു പ്രവണത. കാരണം ഇനിയിപ്പം ഈ പറഞ്ഞ CPM ഇനി ഒരു ജോലി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ആരെങ്കിലും അവിടെ നിന്ന് ചുരണ്ടി എടുത്തിട്ട് നിർത്താനേ പറ്റൂ. എന്നാലേ അവിടെ ഇപ്പൊ ഈ പറഞ്ഞോണം ജോയി നിൽക്കുവാണെങ്കിൽ ജോയിക്കെതിരെ ഒന്ന് മത്സരിപ്പിക്കാൻ ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിലെങ്കിലും CPM പറ്റൂ അല്ലേ? ഇപ്പൊ കാരണം ഇപ്പൊ പൊതുവേ ഉള്ള ഒരു പിണറായി വിരുദ്ധത കേരളത്തിൽ മൊത്തത്തിലുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങൾ ഉണ്ട്. പിന്നെ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു അൻവറിന്റെ ഒരു ചെറിയ സാമ്രാജ്യമൊക്കെ ആയതുകൊണ്ട് കോൺഗ്രസിൽ തന്നെ ആരെങ്കിലും സ്വതന്ത്രനായിട്ടോ അല്ലാതെ അല്ലെങ്കിൽ തട്ടിയെടുത്തോ സാധാരണ LDF ചുരണ്ടിയെടുത്തോ അങ്ങനെ നിർത്താനല്ല പറ്റൂ. അല്ലെങ്കിൽ അവിടെ ഇപ്പം നേരത്തെ നമ്മളുള്ള ചർച്ചകൾ ചെയ്ത് സ്വരാജിനെയോ അങ്ങനെ പ്രത്യേകിച്ച് ഈ മറ്റേ നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ കണ്ടു പരിചയമുള്ള ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വരാജിനെ ഒന്നും അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. കാരണം നിലമ്പൂരിൽ വേറൊരു തരത്തിലുള്ള മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അതായത് അൻവറിൻ്റെ ഒരു വെല്ലുവിളിയും തൻ്റെ ഇടത്തോടുകൂടി പിണറായിയെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇറങ്ങി വന്നിട്ട് തൻ്റെ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത്. സാധാരണ നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ MLA വേർപാടിൽ ഒക്കെ ആയിരിക്കും വരിക. ഇവിടെ അതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതി അസാധുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ. ഇവിടെ അതൊന്നുമല്ല വന്നിരിക്കുന്നത്. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ല. ഇത് LDF തിരിച്ചടി അവർ ചോദിച്ചു വാങ്ങുകയാണ്. ജനവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ തരംഗം കേരളത്തിലുണ്ട് എന്ന് തെളിയാൻ പോവുകയാണ് ഇവിടെ. പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന സണ്ണി പ്രകാശ് വന്നു കഴിഞ്ഞ ആദ്യം നേരിടുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതൊരു സെമി ഫൈനൽ. ഇപ്പോൾ ME ഗോവിന്ദൻ ഇപ്പോൾ അതിന് കിടന്ന് കരയുന്നുണ്ട് അൻവറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അൻവർ കോൺഗ്രസുമായിട്ട് ചേർന്ന് നടത്തിയതാണ്, അൻവർ ഞങ്ങൾ ഒറ്റിക്കൊടുത്തു, യൂദാസാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ME ഗോവിന്ദൻ കരഞ്ഞ് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർക്ക് ഏറ്റവും ഒരു വല്ലാത്ത അടിയാണ്. അതുമല്ല ഇനിയിപ്പം കുറച്ച് മാസങ്ങൾ നിൽക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്ന കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇവർക്ക് കിട്ടിയ ഒരു വല്ലാത്ത അടി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതൊരു നിർണായക നിമിഷം തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും അല്ലേ? ഇത് അവിടെ UDF വിജയിച്ചാൽ അത് കോൺഗ്രസിന്റെ വിജയം എന്നല്ല പറയുന്നത്, അൻവറിന്റെ വിജയം എന്നായിരിക്കും പറയുന്നത്. പക്ഷെ എന്നാലും കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസും കൂടാണ്. പക്ഷെ അൻവറിന് UDF പ്രവേശനം എളുപ്പമായി. UDF അംഗീകൃതമായി കഴിഞ്ഞിട്ടില്ല, ചേർന്ന് നിൽക്കുകയാണ്. UDF പ്രവേശം പ്രസിഡന്റായിട്ട് ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന അൻവറിനെ ഇനി അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഇടത്ത് മത്സരിപ്പിക്കും. UDF അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ സണ്ണി പ്രകാശ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ സണ്ണി പ്രകാശ് വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ എത്രത്തോളം കിട്ടി എന്നുള്ളതും വളരെ നിർണായകമാകും, വളരെ പ്രധാനപ്പെട്ട കാര്യമാകും. കാരണം ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സണ്ണി ജോസഫിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും പലതരത്തിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പല രാഷ്ട്രീയ ചലനങ്ങൾ, തുടർചലനങ്ങളൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി മാറും നിലമ്പൂർ. നിലമ്പൂരിലെ വി ജോയിയെ ഉറപ്പിക്കാം അല്ലേ? അതെ.